என்னோட மருமகள் சங்கீதா வந்து 96ல் பூவி உனக்காக படம் பார்த்துட்டு லண்டன்லேருந்து விஜய் ஒரு ஃபேனை பார்க்க வந்தாங்க. அப்போது ஃபிலிம் நசியமாகணும் തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിൽ നിന്നും വിവാഹമോചനം വേണ്ട എന്ന ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയിൽ നിന്നും പിന്മാറിയതായി ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ അറിയിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വിജയ്, അതെ, ഇളയ ദളപതി വിജയെക്കുറിച്ച് പ്രത്യേകം നമ്മൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. മലയാളികൾക്ക്, ഒരു വലിയ വിഭാഗം മലയാളികൾക്ക്, ഒരുപക്ഷെ മലയാള നടന്മാരെക്കാൾ കൂടുതൽ കേരളത്തിൽ ഇത്രയും അധികം ഫാൻസുള്ള മറ്റൊരു അന്യഭാഷാ നടൻ വിജയ് മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ, അദ്ദേഹം ഇപ്പോൾ CM ആണ്. വിജയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത് വിജയുടെ ഭാര്യയായ സംഗീത സ്വർണലിംഗം കൊടുത്ത ഡൈവോഴ്സ് കേസാണ്. അതായത് ഏറെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയിൽ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാകുന്നു, ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വിജയുമായി ബന്ധപ്പെട്ട് സംഗീത സ്വർണലിംഗം നടത്തുകയും, അതായത് ചില തെളിവുകളടക്കം, അവിഹിത ബന്ധത്തിൻ്റെ നടുക്കുന്ന തെളിവുകളടക്കം തൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധവുമായി ഒരിക്കലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ വൻ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്, ഓൾറെഡി വലിയ കാശുകാരിയാണ്, ലണ്ടനിൽ ഒരുപാട് ബിസിനസ്സുകളുള്ള, കോടിക്കണക്കിന് ബില്യൺസിൻ്റെ ബിസിനസ്സുള്ള ഒരു ഫാമിലിയാണ് സംഗീത സ്വർണലിംഗത്തിൻ്റെ. എന്നാൽ പോലും സംഗീത വലിയ വൻ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ അതിനൊരു തീർപ്പ് വന്നിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിൽ നിന്നും വിവാഹമോചനം വേണ്ട എന്ന ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയിൽ നിന്നും പിന്മാറിയതായി ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി പരിഗണിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു നിലപാട് സംഗീത എടുത്തത്. അതായത് അവർ നൽകിയ ഈ ഹർജിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് സംഗീത അറിയിച്ചു. ഏതായാലും കേസ് പിൻവലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതി ഈ ഹർജി തീർപ്പാക്കിയതായിട്ട് അറിയിച്ചു. രാജ്യം നടുങ്ങുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ സാധിച്ചത്. ഏവരും പ്രതീക്ഷിച്ചിരുന്നത് വിജയും ഈ സംഗീതയുമായിട്ടുള്ള ഡൈവോഴ്സ്, ആ ഒരു ഡൈവോഴ്സിലേക്ക് തന്നെ പോകും, വേർപിരിയുമെന്ന് മാത്രമല്ല, ഏവരും പ്രതീക്ഷിക്കുന്നത് പോലെ പുരച്ചി തലവറായി, അതായത് പുതിയൊരു പുരച്ചി തലവറായി നമ്മുടെ തൃഷ, നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം തൃഷ മാറുമെന്ന് വലിയ പ്രതീക്ഷ ഒരുപക്ഷെ തൃഷയ്ക്കും ഉണ്ടായിരുന്നിരിക്കാം. നിരവധി ആളുകൾക്ക്, അതായത് ഇതുപോലുള്ള ലവ് കോംബോ വരുമ്പം, അതായത് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ബിഗ് ബോസിലൊക്കെ കാണുന്ന കണക്ക് ലവ് കോംബോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലവ് കോംബോ ഒന്നിക്കണം, അവർ തങ്ങളിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണണം, അവരെ എങ്ങനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ചില സൈക്കോളുണ്ട്. അതിനുശേഷം അവർ അടിച്ചു പിരിയുന്നത് കാണുക, അതും കൂടെ കണ്ടാൽ മാത്രമേ ആ ഒരു സന്തോഷം, ആ ഒരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. അത്തരത്തിൽ കരുതിയിരുന്ന ആൾക്കാർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മളിൽ പല ആളുകളും, പല വീടുകളിലെയും അമ്മായിമ്മമാർ ഈ ഒരു അമ്മയെ കണ്ടുപിടിക്കണം, ഇവിടെ മുൻകൈ എടുത്തത്, അതായത് ഈ ഒരു ബന്ധം ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു സ്ത്രീ മുൻകൈ എടുത്ത് വലിയ എഫേർട്ട് എടുത്ത് വീണ്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു. ആ ശ്രമം വിജയിച്ചിരിക്കുന്നു. അതായത് സംഗീത എന്ന് പറയുന്ന തൻ്റെ മരുമകളെ അത്രയും അധികം ആ ഒരു അമ്മ സ്നേഹിക്കുന്നു, ആ ഒരു അമ്മായിയമ്മ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റ് പലരിൽ നിന്നും വിജയുടെ അമ്മയെ വ്യത്യസ്തമാക്കുന്നത്. അമ്മ സംഗീതയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ, എത്രത്തോളം ആയിരുന്നു അമ്മ ഒരു മരുമകളെ സ്നേഹിച്ചത്, ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കത് സംസാരിക്കാം. என்னோட மருமகள் சங்கீதா வந்து 96ல் பூவி உனக்காக படம் பார்த்துட்டு லண்டன்லேருந்து விஜய் ஒரு ஃபேனை பார்க்க வந்தாங்க. அப்போது ஃபிலிம் சிட்டியில் காலமெல்லாம் காத்திருப்பேன் அப்படின்ற ஷூட்டிங் நடந்துகிட்டு இருந்தது. அந்த படத்தில் போய் விஜய் பார்த்துருக்காங்க. அப்பா அம்மா வீட்டில் தான் இருப்பாங்க, நீங்கள் போய் பாருங்கள் அப்படின்னு சொல்லி வீட்டுக்கு வந்தாங்க. வீட்டுக்கு வந்தோடனே ரொம்ப கேஷுவலாக நாங்கள் பேசிகிட்டு இருந்தோம். அந்த ஃபஸ்ட்டு விசிட்டில் வந்து எங்களுக்கு அப்படி ஒன்றும் ஐடியா இல்லை. திருப்பி 2வது தடவை வந்தப்போ தான் என் கணவர் வந்து சங்கீதாவை பார்த்தே கேட்டாங்க, விஜய் உனக்கு பிடிச்சிருக்கா அப்படின்னு. அவங்களுக்கு என்ன சொல்கிறதுனே தெரியல. இந்த மகள் தான் நம்ம வீட்டுக்கு மருமகளாக வரணும் அப்படின்னு சொல்லி விஜய்கிட்ட கேட்டோன்னே விஜய் வந்து, உங்கள் இஷ்டம்ப்பா, நீங்கள் என்ன சொல்கிறீங்களோ அதுபடியே பண்ணிக்கிறேன்னு சொல்லி சங்கீதாவை கல்யாணம் பண்ணிக்கிட்டாரு. 2 പേരപ്പസങ്ങ, എനിക്ക് ഒരു പേരൻ, ഒരു പേത്തി. നോക്കുക, എന്തുമാത്രമായിരുന്നു ആ ഒരു മരുമകളെ ഈ ഒരു അമ്മ സ്നേഹിച്ചിരുന്നത്. അമ്മ മാത്രമല്ല, വിജയുടെ അച്ഛൻ എഫേർട്ട് എടുത്താണ് ഈ ഒരു കല്യാണം നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. ആ അമ്മയും അച്ഛനും അത്രയും അധികം ഈ ഒരു മരുമകളെ സ്നേഹിച്ചിരുന്നു.
ഈ തൃശ്ശയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ, അതായത് വിജയുടെ ഈ ഒരു ഓത്ത് സെറമണിയിൽ തൃശ്ശ വരുമ്പോഴത്തേന് അമ്മ തൃശ്ശയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീന് വലിയ വിവാദമായിരുന്നു, വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തൃശ്ശയെ മരുമോളാക്കി സ്വീകരിക്കാനാണോ എന്നൊക്കെ നമ്മൾ പലരും ചർച്ച ചെയ്തു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഈ അമ്മ ആഗ്രഹിച്ചത് വിജയുടെ ഭാര്യയായി താൻ എപ്പോഴും കാണാൻ ആഗ്രഹിച്ചത് സംഗീത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ തന്നെയാണ്. അവരുടെ മകൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. മകൻ്റെ ആ ഒരു അച്ഛനോടുള്ള സമീപനം നേരത്തെ അൺഫോളോ ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ ഇവരങ്ങളിൽ ഉടക്കായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. വളരെ ബുദ്ധിപൂർവ്വമായി ഈ ഒരു സിറ്റുവേഷൻ സംഗീത ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ആ ഒരു പൊസിഷനിൽ വിജയുടെ ഭാര്യയായ സംഗീത തന്നെയാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടത്. ഇനി ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ വരേണ്ടതും വിജയുടെ ഭാര്യയായ സംഗീത തന്നെയാണ്. സംഗീത അത്രയും അധികം വിജയെ സ്നേഹിച്ചിരുന്നു. വിജയുടെ ചില പിടിപ്പുകേടുകളുണ്ടാവാം സംഗീതയ്ക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എനിവേ ഇപ്പോൾ ബുദ്ധിപരമായി ചിന്തിച്ചിരിക്കുന്നു. ബുദ്ധിപരമായി ചിന്തിച്ചതെന്ന് മാത്രമല്ല, വിജയുടെ ആ ഒരു വലിയ മനസ്സ്, അതായത് വിജയ്ക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് ഒഴിവാക്കി കളയാം, ഇത് വേണ്ട, അത് അങ്ങനെ തന്നെ പോട്ടെ, എനിക്കിനി അവളെ വേണ്ടാന്ന് പറയാം. വിജയ്ക്ക് ഒരുപാട് ഓപ്ഷനുണ്ട്. നേടാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം നേടി. വിജയുടെ വീട്ടുകാരുടെ അവസ്ഥയായാലും ഈ അമ്മയായാലും അച്ഛനായാലും അവർക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. സംഗീതയുടെ മുമ്പിൽ ഇനി താഴണ്ട എന്നവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. പക്ഷെ അതിനൊന്നും അവർ തയ്യാറാവാതെ ആ ഒരു ഈഗോ ഒക്കെ മാറ്റിവെച്ച്, യാതൊരു ഈഗോയും അവർക്കില്ല. എന്നാലോചിച്ച് വെക്കുക. അതായത് CMൻ്റെ ഡൈവോഴ്സ് ആകാൻ പോകുന്ന ഭാര്യയാണ്. ഒരു തരത്തിലും അത് തീർപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അവർക്കില്ല. CMന് വേണമെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും ആവാം. വിജയുടെ ഫാമിലിയെ സംബന്ധിച്ച് അത്രയും വലിയ ടോപ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിലും ഈ ഒരു തീരുമാനമെടുത്തത് മറ്റുള്ളവർക്കൊരു പാഠം തന്നെയാണ്. ഏറെ സന്തോഷകരമായ ഒരു തീരുമാനം. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും അധികം ദുഃഖിതയായി ഒരുപക്ഷെ മാറാൻ പോകുന്നത് ഉള്ളയാണെന്ന് നമുക്കറിയില്ല, തൃശ്ശയായിരിക്കും. തൃശ്ശയുടെ അവസ്ഥ ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. തമിഴ്നാട് CM ആകണമെന്നൊക്കെ ആഗ്രഹിച്ച തൃശ്ശ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്. நான் சிஎம் ஆகணும். நிஜமா சொல்றேங்க, டெஃபினெட்லி. అదేలాగా హౌ ఇట్ ఇస్ పాసిబుల్? అటు చూడు బే. പ്രതീക്ഷ കൈവിടണ്ട. 10 വർഷം എന്നുള്ളത് ഒരു 20 വർഷം കൂടെ വേണമെങ്കിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഓപ്ഷൻ ഉണ്ടാവും. ഏറെ ദുഃഖകരമായ, ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വാർത്തയും സന്തോഷകരമായ ഒരു വാർത്തയുമാണ് കേട്ടത്. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുത്തുക. നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? വിജയും തൃശ്ശയും തമ്മിൽ ഒന്നിച്ച് ഒരു ലവ് കോംബോ ഒന്നിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അതോ നേരെ മറിച്ച് വിജയ് തൻ്റെ ഭാര്യയായ സംഗീതയും ഒത്ത് ജീവിക്കാനായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുത്തുക. അതേ വീഡിയോ ആണെന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. நான் சிஎம் ஆகணும். நிஜமா சொல்றேங்க, டெஃபினெட்லி. అదేలాగా హౌ ఇట్ ఇస్ పాసిబుల్? అటు చూడు బే. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിൽ നിന്നും വിവാഹമോചനം വേണ്ട എന്ന ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയിൽ നിന്നും പിന്മാറിയതായി ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ അറിയിച്ചു.